ടു മൈ ചാനൽ. സോ ഇന്ന് ഇവിടെ അടുത്ത അമ്പലത്തിലെ നിറമാലയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗ് പോലെ ഷൂട്ട് ചെയ്യാമെന്ന്. സോ അതിന് ഉള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇവിടെ മുളന്താവ് അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് നിറമാലയുള്ളത്. സാധാരണ എല്ലാ ടൈമും പോകാൻ പറ്റാറില്ല, കാരണം കഴിഞ്ഞ 2 തവണയും എന്തോ കാരണത്താൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കുറേ നാൾ മുന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. പൊതുവേ കുറച്ചധികം നന്നായി മോയ്സ്ചറൈസ് ചെയ്യും, കാരണം നല്ല ഹെവി ആയിട്ട് മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ സ്കിന്ന് കുറച്ചും കൂടി ബെറ്റർ ലുക്കിംഗ് ആവുന്ന പോലെ കാണുന്നുണ്ട്. അപ്പം അതിൽ ഞാൻ പിശുക്ക് കാണിക്കാറില്ല, നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇത് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ലിപ് ബാം. കാരണം നമ്മൾ സ്ഥിരമായി ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നത് കൊണ്ട് ലിപ് ബാം ഒരു മസ്റ്റാണ്. സോ ഇത് രണ്ടും എൻ്റെ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. രണ്ടും നല്ല, ഇപ്പോൾ സ്കിന്നായാലും ലിപ്പായാലും ഹെയർ ആയാലും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഡാമേജ് കുറയുള്ളൂ. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യണ ക്രീം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം മാമാഅർത്തിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ മോയ്സ്ചറൈസ് ഫേസ് ക്രീമാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്കിന്ന് കുറച്ചും കൂടി ഡ്യൂവി ആയിട്ട് തോന്നും. അതായത് മേക്കപ്പ് ഒന്നും ചെയ്യാതെ തന്നെ കുറച്ച് എന്നാൽ ഒരു ഫ്രഷ് ലുക്കൊക്കെ തരുന്ന പോലെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിത് ഡോട്ട് ചെയ്തിട്ട് ഇതാക്കാറുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് BB ക്രീമോ ഫൗണ്ടേഷനോ അതൊന്നും ഇല്ലാതെ തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് വെക്കാനും അതുപോലെ തന്നെ ഒരു നല്ല ഫിനിഷിംഗ് ഒക്കെ തരണ പോലെ തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ 4-മത്തെയോ 5-മത്തെയോ പാക്കറ്റാണ്. കരുതാക്കി അത്ര ഇഷ്ടപ്പെട്ടു. ഒരു നല്ലൊരു ഡ്യൂവി ലുക്കുള്ള ഒരു ഫേസ് ക്രീമാണ്. മോയ്സ്ചറൈസർ അല്ല, ഫേസ് ക്രീമാണിത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫേവറേറ്റ് തിങ് ബ്ലഷ്. ഞാനത് ഒഴിവാക്കാറില്ല, ചെറുതായിട്ട് മതി, നമ്മൾ അമ്പലത്തേക്കാണല്ലോ. സോ ഭയങ്കര കുറച്ച് തരുന്നുള്ളൂ, ഒരു ഫ്രഷ് ലുക്ക് തരാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മൾ ബ്ലഷൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കണ പോലെ തോന്നാറുണ്ട്. സോ അതിന് വേണ്ടി ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഇതുതന്നെയാണ് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യണേ. വേറെ ലിപ്സ്റ്റിക് ഒന്നും ഇത് സ്ട്രോബെറി ഡിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇൻസൈറ്റിൻ്റെ ആണ് ഈ ബ്ലഷ് എന്ന് പറയുന്നത്. ഒരു ഭയങ്കര സട്ടിൽ ഷെയ്ഡായതുകൊണ്ട് ഒരുപാട് ഒരു ഇത് തോന്നിക്കില്ല, എന്നൊരു ചെറിയ ഒരു ബേബി പിങ്ക് ഷെയ്ഡ് തോന്നിക്കും. പക്ഷെ ഇത് ഞാനൊന്ന് ലൈനർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നു. ലൈനർ ഇല്ലാതെ ഒരു ഇത് മാൾസിൻ്റെ ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഭയങ്കര സൂപ്പർ ഇതാണ്. അതായത് മാൾസിൻ്റെ എല്ലാ ലിപ് ലൈനേഴ്സും സൂപ്പറാണ്. എൻ്റെ കയ്യിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന എന്തോ ഒരു ബ്രൗൺ ഡ്യൂ സംതിങ് ലൈക്ക് ദാറ്റ് ആയിരുന്നു. സോ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു. വേറെ ലിപ്സ്റ്റിക്സ് ഒന്നും ഇടുന്നില്ല. അത്രയും സിമ്പിളാക്കാൻ പറ്റും, അത്രയും സിമ്പിളാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് കണ്ണൊന്ന് എഴുതണം. സോ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പാക്കൊക്കെ ഇട്ടുകൊണ്ട് കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ട് കേൾസ് ഇരിക്കുന്നുണ്ട് പ്രാവശ്യം. സാധാരണ എൻ്റെ കേൾസ് ഇത്ര ഡിഫൈൻഡ് ആയിട്ടല്ല ഇരിക്കാറ്. ബട്ട് നമ്മൾ പാക്കൊക്കെ ഞാനതൊരു ഉലുവയും കരിഞ്ജീരകവും നമ്മുടെ കഞ്ഞിവെള്ളവും അതും കൂടിയിട്ടൊരു പാക്ക് ഇട്ടതാണ്. സോ കേള് നല്ല ഡിഫൈൻഡ് ആയിട്ടിരിക്കും. നമ്മുടെ ഹെയർ എത്രത്തോളം മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കണോ അത്രത്തോളമാണ് നമ്മുടെ കേൾസ് ഡിഫൈൻഡ് ആവുക. ഓക്കെ, ഡ്രൈ ആവും തോറുമാണ് ഈ കേൾസ് ഫ്രിസി ആയിട്ട് തോന്നുക. ആദ്യമൊക്കെ എൻ്റെ വിചാരം തീരെ മാനേജബിൾ അല്ലാത്തൊരു ഹെയറാണ് എൻ്റേന്നായിരുന്നു. ബട്ട് കാലക്രമേണ കഷ്ടപ്പെട്ടാൽ മാനേജ് ചെയ്യാം എന്നുള്ളൊരു സംഭവം മനസ്സിലായി. സോ ഇനിയുള്ളത് കണ്ണെഴുതലാണ്. സോ ഇത് സുഡിയോൻ്റെ കാജലാണ്. ഞാനത് പരീക്ഷിക്കാൻ വേണ്ടി മേടിച്ചായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓവറോൾ ഗുഡ്.
ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മസ്കാര. ഇത് ബ്ലൂ ഹെവൻ്റെ ആണ്. വോളിയമിനൈസിങ് ആണ് തോന്നുന്നു അവരുടെ. കറക്റ്റായിട്ട് നമുക്ക് ഓക്കെ. ഇനി കമ്മൽ വേണം. ഈ ജിംക്കയാണ്. ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല തിരക്കാണ്. പൊതുവേ ഈ വെജിൽ ഭയങ്കര തിരക്കാണ് പതിവ് ഈ ഒരു നേരത്ത്. മധുരയിലാണെങ്കിലും സിദ്ധിവിനായകയിലാണെങ്കിലും നല്ല തിരക്കാണ്. എനിക്ക് പൊതുവെ വെയിറ്റ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന പരിപാടി ഇഷ്ടമല്ല. ബട്ട് ഇവിടുത്തെ കടായി പനീർ ദോശ സൂപ്പർബാണ്. അത് കഴിക്കാൻ വേണ്ടി മാത്രം ഞാനിന്ന് വെയിറ്റ് ചെയ്തു. ആൻഡ് ഹാപ്പി ടമ്മി ഹാപ്പി ലൈഫ്. സോ അതാണ് നമ്മുടെ നിർമ്മാല വിശേഷങ്ങൾ. ഞാൻ എത്രത്തോളം സിമ്പിൾ, എത്രത്തോളം സൈസ് കുറയ്ക്കാൻ പറ്റും അത്രത്തോളം സൈസ് കുറച്ചിട്ടുണ്ട് വീഡിയോൻ്റെ. സോ ഹോപ്പ് യു ഓൾ ഹാവ് എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. ബൈ.